കായംകുളം നഗരസഭയുടെ നടപ്പ് വാർഷിക പദ്ധതിയുടെ ഭാഗമായി ഗവൺമെന്റ് സ്കൂളുകൾക്കുള്ള വിവിധ പദ്ധതികളുടെ വിതരണോദ്ഘാടനം നടത്തി. അഡ്വക്കേറ്റ് യു പ്രതിഭ MLA ഉദ്ഘാടനം നിർവഹിച്ചു. കായംകുളം നഗരസഭയുടെ 2024-2025 വാർഷിക പദ്ധതിയുടെ ഭാഗമായി ഗവൺമെന്റ് സ്കൂളുകൾക്കുള്ള വിവിധ പദ്ധതികളുടെ വിതരണോദ്ഘാടനം നടന്നു. കായംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് യു പ്രതിഭ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ആദ്യം ഹൈടെക് വിദ്യാഭ്യാസ മണ്ഡലമായിട്ടുള്ള ഒരു നിയമസഭാ മണ്ഡലമായിരുന്നു നമ്മുടെ കായംകുളം. അന്നും ഈ അധ്യാപകരുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഒക്കെ സഹായത്തോടു കൂടിയാണ് ആ ഒരു വലിയ ഡിക്ലറേഷൻ നമുക്ക് നടത്താൻ കഴിഞ്ഞത്. ചെറുതും വലുതുമായിട്ടുള്ള ഫണ്ടുകൾ, MLA ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിരവധി സ്കൂൾ കെട്ടിടങ്ങൾ ഒക്കെ നമുക്ക്, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സ്കൂൾ കെട്ടിടങ്ങളും ചെയ്തൊരു കാലഘട്ടമാണ് ഈ ഒരു 2016 മുതൽ 2024 വരെ എടുക്കുകയാണെങ്കിൽ നിരവധി സ്കൂൾ കെട്ടിടങ്ങൾ പുതിയതായിട്ട് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ബോയ്സ് അടക്കം ഇവിടെ ശ്യാമില സൂചിപ്പിച്ചു. പക്ഷെ ഇത് ചെയ്യുമ്പോഴും ഞാനിപ്പോൾ ഇവിടെ നിൽക്കുമ്പോഴും സാറ്റിസ്ഫൈഡ് അല്ല. കാരണം നമ്മളെന്താണോ ഒരു ഓഡിറ്റോറിയം ഒക്കെ ഉദ്ദേശിച്ചത് അതിൻ്റെ ഒരു പെർഫെക്ഷനിലേക്ക് വരാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞാനെപ്പോഴും നിയമസഭയിൽ പറയാറുണ്ട് എൻ്റെ മണ്ഡലത്തിലെ വർക്കെല്ലാം പട്ടാളത്തെ കൊണ്ട് ചെയ്യിപ്പിക്കണമെന്ന്. കാരണം പട്ടാളം ചെയ്താൽ അതിനകത്ത് പ്രശ്നമൊന്നും ഉണ്ടാകും, മിലിറ്ററി ചെയ്യണം, ഞാൻ എന്നും പറയാറുണ്ട്. പക്ഷെ അതൊരു തമാശയായിട്ടാണ് നിയമസഭയിൽ എടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് പ്രൊവിഷൻ ഇല്ലല്ലോ. കാരണം സമയത്ത് തീരത്തില്ല, മറ്റുള്ളവർ പലരും ചെയ്യുമ്പോൾ പല പ്രശ്നങ്ങളാണ്, സമയത്ത് തീരില്ല. ഇനി ഏജൻസീസ് ഇവരുമൊക്കെ തമ്മിലുള്ള പ്രശ്നം. തന്നെ കായംകുളം നഗരസഭയിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 കൺസ്ട്രക്ഷൻ കോടിക്കണക്കിന് രൂപയുടെ നടക്കുന്ന, ഒന്ന് തിയേറ്ററും ഒന്ന് ആശുപത്രിയാണ്. 62 കോടി ആശുപത്രിക്ക്, അതായത് വർക്ക് സിവിൽ വർക്കിന് വേണ്ടി മാത്രം 36 കോടിയും അതിനകത്തെ എല്ലാ ഉപകരണങ്ങളടക്കം 62 കോടി നഗരസഭയിൽ പരിധിക്കകത്ത് വരുന്ന ആശുപത്രി, താലൂക്ക് ആശുപത്രി, ഒപ്പം നമ്മുടെ തിയേറ്റർ. ഇതൊക്കെ ഞങ്ങളുടെ ആരുടെ ഇനിഷ്യേറ്റീവ് കുറവ് കൊണ്ടല്ല, എടുത്തിരിക്കുന്നവരും അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളായിട്ട് ഒരു ഏജൻസി ഉണ്ടാവും. ഹൗസിംഗ് ബോർഡാണ് ആശുപത്രി ചെയ്യുന്നത്. പക്ഷേ നഗരസഭ അവരുടെ നേതൃത്വത്തിൽ ഒട്ടനവധി കാര്യങ്ങൾ, കഴിഞ്ഞ ദിവസം നമ്മുടെ വിമലാഞ്ചലൻ ബ്ലോക്ക് വളരെ നേരത്തെ തന്നെ നമുക്ക് ശൈല ടീച്ചർ എനിക്ക് അനുവദിച്ച് തന്നതാണെങ്കിൽ പോലും അതിപ്പോഴാണ് കഴിഞ്ഞ ദിവസം മന്ത്രി വീണ ജോർജ് വന്നാണ് അത് ഉദ്ഘാടനം ചെയ്തത്. അതിനൊരുപാട് തടസ്സങ്ങൾ, ലിഫ്റ്റ് അടക്കം വെക്കുന്നതിന് കുറേ തടസ്സങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. കറണ്ട് കണക്ഷൻ എടുക്കുന്നതിന് ട്രാൻസ്ഫോർമർ അടക്കം വെച്ചുകൊണ്ടാണ് അത് ചെയ്തത്. പക്ഷെ പലപ്പോഴും പൊതുജനങ്ങൾക്ക് അറിയില്ല ഒരു പദ്ധതി പൂർത്തീകരിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്തെല്ലാമാണ് സ്ട്രെയിൻ എന്ന്. എനിക്ക് പലപ്പോഴും തോന്നുന്നു സ്കൂളുകളിൽ ഈ കുട്ടികൾ വായിക്കുന്ന പത്രം മാത്രമാണ്, പത്രത്തിൽ രാഷ്ട്രീയക്കാരെല്ലാം മോശക്കാരാണെന്നുള്ള വാർത്ത മാത്രമാണ് പലപ്പോഴും കിട്ടുന്നത്. എന്നാൽ നമ്മൾക്കറിയാം കുട്ടികൾക്ക് തന്നെ നമ്മൾ നടത്തുന്ന പദ്ധതികളെ കുറിച്ചൊക്കെ ഒരു അവബോധം അധ്യാപകർ കൊടുക്കണം. സ്കൂളുകൾക്ക് ആവശ്യമായ കമ്പ്യൂട്ടർ, പ്രിന്റർ, ബെഞ്ച്, ഡെസ്ക്, വൈറ്റ് ബോർഡ്, SPC കേഡറ്റുകൾക്ക് ആവശ്യമായ ബാൻഡ് സെറ്റ്, പ്രൊജക്ടർ, സൗണ്ട് സിസ്റ്റം, ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ലാബിലേക്ക് ആവശ്യമായ AC, ഓഡിറ്റോറിയത്തിലേക്ക് കസേര, അധ്യാപകർക്കുള്ള മേശ, കസേര എന്നിവയുടെ വിതരണോദ്ഘാടനമാണ് നടത്തിയത്. 48 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പദ്ധതി നിർവഹണം നടത്തിയിരിക്കുന്നത്. ഇതുകൂടാതെ തന്നെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗവൺമെന്റ് ബോയ്സ് സ്കൂളിനായി നെറ്റ്ബോൾ കോർട്ടിനുള്ള തുകയും, വിവിധ സ്കൂളുകളുടെ അറ്റകുറ്റപ്പണികൾക്കുള്ള തുകയും, കണ്ടിജൻസി ചിലവുകൾക്കുള്ള തുകയും അനുവദിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഉൾപ്പെടെ ആകെ 1.5 കോടിയോളം രൂപയാണ് കായംകുളം നഗരസഭ വിദ്യാഭ്യാസ മേഖലയ്ക്കായി ആകെ വകയിരുത്തിയിട്ടുള്ളതെന്ന് അധികൃതർ പറഞ്ഞു. ഇതിൽ തന്നെ 90% പ്രവൃത്തികൾ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുള്ളതായി അധികൃതർ അറിയിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ P. ശശികല ചടങ്ങിൽ അധ്യക്ഷയായി. സ്ഥലം വാങ്ങിക്കാനിരിക്കുന്നു. ചെറിയൊരു മിനി സ്റ്റേഡിയത്തിനുള്ള സ്ഥലം നമുക്കുണ്ട്. ആ സ്ഥലത്തൊരു മിനി സ്റ്റേഡിയം പണിയുന്നതിന് വേണ്ടി, കാരണം നമ്മുടെ കുട്ടികൾക്ക് എവിടെയും ഒന്നിനും അവരുടെ ഒരു എൻജോയ്മെൻറ്റിനുള്ള ഒരു സൗകര്യങ്ങളും ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ MLA നമുക്ക് ഫണ്ട് തരുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. MLA ഇപ്പോൾ അത് പ്രഖ്യാപിക്കും, ജോയിൻ്റ് ആയിട്ടാന്ന് പറഞ്ഞ് അത് MLA പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ ഇങ്ങനെ ഇനിയും 2025-26 വർഷത്തെ നമ്മുടെ സ്കൂളുകളുടെയൊക്കെ കുറേ കൂടി കാര്യങ്ങളൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സാധനങ്ങളുമായിട്ടും മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കുന്നതിന് വേണ്ടിയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലെല്ലാം തന്നെ നഗരസഭ ചെയ്യാൻ കഴിയുന്ന മുഴുവൻ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുക. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഫണ്ട് ചെലവഴിക്കുന്ന 2 മേഖലകളിലാണ്. ഒന്ന് നമ്മുടെ താലൂക്ക് ആരോഗ്യ രംഗത്ത്, ആ താലൂക്കെന്ന് മാത്രമല്ല നമ്മുടെ ആയുർവേദ, ഹോമിയോ അത് അടക്കം. അപ്പോൾ ഏറ്റവും കൂടുതൽ ഫണ്ട് നഗരസഭ ചെലവഴിക്കുന്ന 2 കേന്ദ്രങ്ങളിലാണ്. ഒന്ന് വിദ്യാഭ്യാസ മേഖലയ്ക്കും, രണ്ടാമത്തേത് നമ്മുടെ ആരോഗ്യ മേഖലയ്ക്കും. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്യാമില അനിമോൻ സ്വാഗതം പറഞ്ഞു. സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ ഇംഗ്ലീഷ് റെസിറ്റേഷനിൽ A ഗ്രേഡ് നേടിയ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി സൈറ നൻഡയെ ആദരിച്ചു.
Children sold away from me. My husband solitude. No safety, no love, no respect was I to. 300 years of deepest cell. നഗരസഭാ വൈസ് ചെയർമാൻ ജെ ആദർശ് മുഖ്യപ്രഭാഷണം നടത്തി. യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എസ് മായാദേവി, സുൽഫിക്കർ, ഫസാന ഹബീബ്, കൗൺസിലർമാരായ അഖിൽ കുമാർ, സൂര്യ ബിജു, ഗംഗാദേവി, വിജയശ്രീ, രാജശ്രീ കമ്മത്ത്, രഞ്ജിതം, ഷാമില സിയാദ്, നഗരസഭാ സെക്രട്ടറി സനിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഇംപ്ലിമെന്റിംഗ് ഓഫീസറായ സുനിൽ ചന്ദ്രൻ കൃതജ്ഞത പറഞ്ഞു. CD നെറ്റ് ന്യൂസ്, കായംകുളം.